നമസ്കാരം. ചൂരൽമല ദുരന്തത്തിൽ സർക്കാരിന് ഒളിച്ചുകളിയോ ഉദാസീനതയോ കാണിക്കേണ്ട കാര്യമില്ലെന്ന് മന്ത്രി കെ ശശീന്ദ്രൻ. ചൂരൽമല ദുരന്ത ഭൂമി സന്ദർശിച്ച പ്രധാനമന്ത്രി വരെ പ്രദേശം സന്ദർശിച്ച് അതീവ ഗുരുതരാവസ്ഥയിലെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തു ചെയ്യാനാ, പ്രധാനമന്ത്രിയുടെ വാക്ക് വെറും പാഴ്വാക്ക് മാത്രമായി തീരുകയായിരുന്നു. സഹായം ചോദിച്ച കേരളത്തിന് കേന്ദ്രം എടുത്തു തന്നതാട്ടെ വെറും പുച്ഛം മാത്രം. കേരളം മുമ്പ് കണ്ടിട്ടില്ലാത്ത ദുരന്തമാണ് അവിടെ ഉണ്ടായത്. പ്രത്യേക നയപരമായ നിലപാട് അതുകൊണ്ട് തന്നെ അവിടെ ആവശ്യമാണ്. അതാണ് പ്രത്യേക പാക്കേജ് കേരളം അനുവദിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടത്. എന്നിട്ടും സർക്കാരിന്റെ ഈ ആവശ്യം കൈക്കൊള്ളാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല. എന്ന് മാത്രമല്ല, മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞ് കേരളത്തിന്റെ ആവശ്യങ്ങൾ തള്ളുകയായിരുന്നു. പ്രദേശത്തെ പുതിയ ടൗൺഷിപ്പ് ആക്കി മാറ്റുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ പ്രത്യേക പരിഗണനയാണ് ഇവിടെ ആവശ്യപ്പെട്ടതെന്ന് മന്ത്രി പറയുന്നുണ്ട്. അടിയന്തര സഹായമാണ് ആവശ്യം. കണക്ക് നോക്കിയല്ല അടിയന്തര സഹായം ആവശ്യപ്പെടുക. ജനങ്ങൾക്ക് സാമാന്യം നല്ല രീതിയിൽ താമസിക്കാനുള്ള ഒരു വീടാണ് അവിടെ വെക്കേണ്ടത്. അല്ലാതെ തട്ടിക്കൂട്ടി ഒരു ഷെഡ് പണിയുകയല്ലോ വേണ്ടത്. വീട് പണിയുമ്പോൾ അതിൻ്റെതായ ചെലവ് വരും, സ്വാഭാവികമാണ്. എന്നാൽ അക്കാര്യം മനസ്സിലാക്കാതെ കേന്ദ്രത്തെ എന്നിട്ടും ന്യായീകരിക്കുന്ന വയനാട്ടിലെ ജനങ്ങളോട് കാണിക്കുന്ന ക്രൂരതയാണെന്നേ ഈ സവിശേഷ സാഹചര്യത്തെ സവിശേഷമായി തന്നെ കാണാതെ കേന്ദ്രം മുഴുണ്ടു കളിക്കുകയാണെന്നും മന്ത്രി കെ ശശീന്ദ്രൻ പറഞ്ഞു. അതേസമയം കേന്ദ്രം കണ്ടുപഠിക്കണം ആരെയെന്നല്ലേ ഡിവൈഎഫ്ഐക്കാരെ. മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞ് കേരളത്തെ തള്ളുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. വയനാട് ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനായി ഡിവൈഎഫ്ഐ സമാഹരിച്ചത് 20.44 കോടി രൂപയാണ്. പാഴ്വസ്തു ശേഖരണം, വാഹനങ്ങൾ കഴുകുക, കാറ്ററിംഗ്, കുട്ടികൾ കൈമാറിയ സമ്പാദ്യ കൊടുക്കുക, വിവിധ ചലഞ്ചുകൾ, ചായക്കട, തട്ടുകട നടത്തിയുള്ള വരുമാനം തുടങ്ങിയ വിവിധ ഉദ്യമങ്ങളിലൂടെയാണ് 20,44,63,820 രൂപ സമാഹരിച്ചതെന്ന് സംസ്ഥാന സെക്രട്ടറി കെ സനോജ് വ്യക്തമാക്കുന്നു. പണമായി കിട്ടിയ ഈ സഹായത്തിന് പുറമെ മറ്റ് സഹായ വാഗ്ദാനങ്ങളും ലഭിച്ചിട്ടുണ്ടെന്നും സനോജ് പറയുന്നുണ്ട്. കെട്ടിട നിർമ്മാണ സാമഗ്രികൾ ഉൾപ്പെടെ പലരും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ വീട് നിർമ്മാണ പദ്ധതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സർക്കാർ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാവും ഈ തുക വിനിയോഗിക്കുക.